ഹലോ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സൽ ആണ്. എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് എക്സൽ, എന്തിനാണ് നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എക്സൽ യൂസ് ചെയ്യുന്നത് ഡാറ്റ എൻട്രി ചെയ്യാനും അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ, ചാർട്ട് ആൻഡ് ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ റിപ്പോർട്ട്സ് ഫോം ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എക്സൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം എക്സൽ തുറന്നു വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് ആൻഡ് എക്സൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ എക്സൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അതിൽ എക്സലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് മാക്സിമൈസ് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഈ ബ്ലാങ്ക് വർക്ക് ബുക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നിങ്ങൾ ഏത് എക്സൽ വേർഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഫയലിൽ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എക്സൽ വേർഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഈ ABCD ഇതാണ് എക്സൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വിൻഡോ എന്ന് പറയുന്നത്. ഇതൊരു ബ്ലാങ്ക് വർക്ക് ബുക്കാണ്. ഓക്കെ, ഈ ബ്ലാങ്ക് വർക്ക് ബുക്കിൽ കുറേ ABCD എന്ന് എഴുതിയത് നമുക്ക് കാണാൻ പറ്റും. ഈ ABCD ഇതാണ് എന്തെന്ന് പറയുന്നത്, കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ABCD ആൽഫബറ്റ്സുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്താൽ താഴെ വരെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്, കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ 1 2 3 ഇതാണ് എന്തെന്ന് പറയുന്നത്, റോസ് എന്ന് പറയുന്നത്. 1 2 3 4 5 6 ഇങ്ങനെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്, റോസ് എന്ന് പറയുന്നത്. സോ ABCD എന്ന് പോകുന്നത് കോളംസും 1 2 3 4 5 അങ്ങനെ പോകുന്നത് റോസുമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൽ എന്താണെന്നുള്ള. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തു, അതായത് ഈ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സെല്ലാണ്. ഈ സെല്ലിൻ്റെ സെൽ നെയിമാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഈ നെയിം ബോക്സിൽ കൊടുത്തിട്ടുള്ളത്, സെൽ നെയിമാണ്. D4 എന്ന് പറയുന്നതാണ് ഈ സെല്ലിൻ്റെ സെൽ നെയിം എന്ന് പറയുന്നത്. അതായത് D എന്ന് പറയുന്ന കോളത്തിൽ 4th റോയിൽ, അതായത് കോളം നെയിമും റോ നമ്പറും ഇന്റർസെക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, സെൽ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ സെൽ നെയിം എന്ന് പറയുന്നത് D4 ആണ്. ദെൻ ഇതിൻ്റെത് H10 ആണ്, ഇതിൻ്റെത് K3 ആണ്, ഇതിൻ്റെത് C2 ആണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, സെൽ എന്ന് പറയുന്നത്. സെല്ലിൻ്റെ പേര് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷീറ്റ് 1 എന്ന് എഴുതിയത്. എനിക്കിനി വേറെ ഷീറ്റുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഷീറ്റ് ഡിലീറ്റ് ചെയ്യാനും പറ്റും, ഈ ഷീറ്റിന് പേര് കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ഒരു 42 അസൈൻമെൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഷീറ്റിൻ്റെ പേര് മാറ്റിയിട്ട് അസൈൻമെൻറ്റ് എന്നോ, ഇവിടെ കണ്ടോ, ജസ്റ്റ് ഷീറ്റിൻ്റെ അവിടെ ചെല്ലുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ആ റീനെയിമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റിൻ്റെ പേര് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ അസൈൻമെൻറ്റ് 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഷീറ്റ് നമ്മൾ എന്ത് ചെയ്തു, അസൈൻമെൻറ്റ് 1 എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ, എക്സൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എത്ര ഷീറ്റ് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഷീറ്റ് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഫയലിൽ ഓപ്ഷൻസിൽ ജനറലിൽ പോയി കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ദിസ് മെനി ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇപ്പം നിൽക്കുന്നത് 1 എന്നാണ്. അപ്പം ഞാൻ മാറ്റിയിട്ട് ഒരു 5 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ദെൻ ഇതൊന്ന് റിഫ്രഷ് ചെയ്യുക. അതായത് ഫയലിൽ പോയിട്ട് ന്യൂ എടുത്താൽ മതി. ഫയലിൽ പോയിട്ട് ബ്ലാങ്ക് വർക്ക് ബുക്ക് സെലക്ട് ചെയ്താൽ ഇപ്പോൾ കണ്ടില്ലേ 5 ഷീറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷീറ്റിന് എന്ത് ചെയ്യാം, നമുക്ക് റീനെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എക്സൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ റിപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുള്ളത്. അപ്പം നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യാൻ പാടില്ല, ലോസ് ആവാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് പവർ ഓഫ് ആയി, അപ്പം നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അപ്പം നമുക്ക് ഡാറ്റേനെ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ഓപ്ഷൻസിൽ സേവ് എന്ന് പറയുന്ന ജനറലിൻ്റെ താഴെ, ഫസ്റ്റ് നമ്മളെടുത്ത ജനറലാണ്, അതിൻ്റെ തൊട്ട് താഴെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സേവ് ഓട്ടോ റിക്കവർ ഇൻഫോർമേഷൻ എവറി 10 മിനിറ്റ് എന്ന് പറഞ്ഞത്.
അതായത് ഓരോ 10 മിനിറ്റ് കഴിയുന്തോറും നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവും. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം സെറ്റ് ചെയ്യാൻ പറ്റുന്ന 1 മിനിറ്റ് ആണ്. അതിൻ്റെ താഴേക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എവറി 1 മിനിറ്റിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ ഡാറ്റ അതിൽ സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയാനുള്ളത്. ഇനി ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഫയല്, അതേപോലെ തന്നെ ഹോം, ഇൻസേർട്ട്, ഡ്രോ, പേജ് ലേഔട്ട്, ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് ടാബ് എന്നാണ്. ഓക്കെ, ഇനി ഈ താഴെയുള്ളതിന്, ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ നമ്മൾ പറയുന്നത് റിബൺസ് എന്നാണ്. ഓക്കെ, ഈ എല്ലാത്തിലുള്ളതിന് നമ്മൾ റിബൺസ് എന്നാണ് പറയുക. പിവോട്ട് ടേബിൾ, റെക്കമെൻഡഡ്, ഫോംസ്, അതേപോലെ തന്നെ ഫോർമുലാസിലായിക്കോട്ടെ, ഡാറ്റയിലായിക്കോട്ടെ, ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ പറയുന്നത് റിബൺസ് എന്നാണ്. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം 2 പാർട്ടായിട്ട് ഇവിടെ ക്വറീസ് ആൻഡ് കണക്ഷൻസ്, അതേപോലെ സോർട്ട് ആൻഡ് ഫിൽട്ടർ, ഡാറ്റ ടൂൾസ്, ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ളതാണ് ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒരു പാർട്ടിന് എനിക്ക് എന്ത് ചെയ്യണം, ഇപ്പം ഇത്രയും ഒരു പാർട്ട്, ഈ ഒരു പാർട്ടിന് ഞാൻ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു പാർട്ടിന് എനിക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും എക്സലിലുണ്ട്. ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇപ്പം ഞാൻ എൻ്റെ പേര് നിമാന്ന് കൊടുക്കുകയാണ്, ദെൻ എൻ്റർ അടിക്കാം. ഇനി ഇപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ എവിടെയാണെങ്കിലും എനിക്ക് ക്വിക്കായിട്ട് ആ ഒരു ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചതിലേക്ക് കണ്ടോ, ഇവിടെ നമുക്ക് ഈ നെയിം ബോക്സിൻ്റെ അവിടെ നമുക്ക് നിമാന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നേരെ നമ്മൾ എവിടെയാണോ ടൈപ്പ് ചെയ്ത് വെച്ചത് അവിടേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇനി എക്സലിൽ നമുക്ക് ഏറ്റവും, ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ABC എന്ന് പറയുന്നതാണ് നമ്മുടെ കോളംസ് എന്ന് പറയുന്നത്. അപ്പം എക്സലിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ കോളം ഏതാണെന്ന് കാണാൻ കൺട്രോൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സലിലെ ലാസ്റ്റ് കോളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ കൺട്രോൾ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ തിരിച്ച് ഫസ്റ്റ് കോളത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൺട്രോൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും അവസാനത്തെ കോളത്തിലേക്ക് പോകാൻ പറ്റും. XFD ആണ് എക്സലിലെ ലാസ്റ്റത്തെ കോളം എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ തിരിച്ച് ഫസ്റ്റ് കോളത്തിലേക്ക് തന്നെ വരും. A എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് കോളം. ഇതുപോലെ തന്നെയാണ് റോസിന്റെ കേസിലും. ഏറ്റവും അവസാനത്തെ റോ കാണാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും അവസാനത്തെ റോ കിട്ടും. 10,48,576 ആണ് എക്സലിലെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത്. കൺട്രോൾ അപ്പ് ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കോളത്തിലേക്ക് പോകാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു റോ അല്ലെങ്കിൽ കോളം എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വാല്യൂ ടൈപ്പ് ചെയ്തു, ഒരു 150. ഓക്കെ, ഇവിടെ ഞാനൊരു 250 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ 150ൻ്റെയും 250ൻ്റെയും ഇടയ്ക്ക് എനിക്ക് എന്ത് ചെയ്യണം, പുതിയൊരു കോളം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ കോളം സെലക്ട് ആവും. എന്നിട്ട് അവിടെ നിന്ന് കൺട്രോൾ പ്ലസ് അടിക്കാം. ഓക്കെ, അപ്പോൾ കൺട്രോൾ പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 150ൻ്റെയും 250ൻ്റെയും ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോളം കൂടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നേരെ തിരിച്ച് നമുക്ക് റോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും, സെയിം വേയിൽ തന്നെയാണ് റോയും ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 300 കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ, അതായത് ഇപ്പോൾ ഇത് 5th റോയിലുള്ള ഡാറ്റയാണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എനിക്കൊരു പുതിയൊരു റോയും കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 5th ചെന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, കൺട്രോൾ പ്ലസ് അടിച്ചിട്ട് ഒരു റോയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു റോയും കൂടെ ആഡ് ആയി. ഇവിടെ ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഒരു 250. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റോസും കോളംസും ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എൻറ്റയർ കോളത്തിനെ അല്ലെങ്കിൽ ഒരു എൻറ്റയർ റോനെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എൻറ്റയർ റോ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ റോ സെലക്ട് ആവും. ഓക്കെ, അതുപോലെ തന്നെ കൺട്രോൾ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ എൻറ്റയർ കോളം എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും.